കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വഴിമുട്ടുന്നു. മണൽ ലോറികളുടെ പാച്ചിലിൽ വലഞ്ഞ നാട്ടുകാർ. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി റോഡ് മണൽ ലോറികളുടെ യാത്ര മൂലം തകർന്ന നിലയിലാണ്. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. മണൽ കയറ്റിയ കൂറ്റൻ ടോറസ് ലോറികൾ പതിവായി കടന്നുപോകുന്നത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുകയാണ്. റോഡ് തകർന്നതിന് പുറമെ കുടിവെള്ള പൈപ്പ് തകരാറിലാകൽ, മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കൽ, അപകട ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങളും നാട്ടുകാർ നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാരണം ചില കുടുംബങ്ങൾ താൽക്കാലികമായി താമസം മാറിയതായും നാട്ടുകാർ പറയുന്നു. പുല്ലൂറ്റ് ഉഴത്തകടവ് മുതൽ മഞ്ഞനപ്പള്ളി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാകും. തകർന്നടിഞ്ഞ് ഇപ്പോൾ പൈപ്പ് ലൈൻ മുഴുവൻ പൊട്ടി മതിലുകളെല്ലാം വീഴുന്നൊരവസ്ഥയിൽ വളരെ മോശം അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പ്രായമായവർക്ക്, ആസ്മയുള്ളവരൊക്കെ മുഴുവൻ ചികിത്സ തേടേണ്ട അവസ്ഥ. ചില ആളുകളൊക്കെ വാടക വീടെടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥ. ഇവിടെ ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ ശ്രമപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലെ കുഴികൾ വലുതാകുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കുന്നതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രി മുഴുവൻ പാഞ്ഞു പോകുന്ന മണൽ ലോറികൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. മണൽക്കടത്ത് അവസാനിക്കുമ്പോഴേക്കും റോഡില്ലാതാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV കൊടുങ്ങല്ലൂർ.